ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കുറേ മാസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്കെങ്ങനെ പോകുന്നത് കാണാം. രാവിലെ താണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതെടുക്കാൻ പറ്റില്ല. പിന്നെ തലയിൽ നമ്മൾ സിറമൊക്കെ തേച്ച് മുടി നന്നായിട്ട് ചീവി കെട്ടാനുള്ള പ്ലാനിലാണ് കേട്ടോ. ബോട്ടോക്സ് ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കത് കിളിർത്ത് വന്നതാണ്, കണ്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു വല്ല വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. കാരണം മടിയാണ്, ഭയങ്കര മടിച്ചാണ് ഞാൻ. മുഴുമടിച്ചിയാണ്. അപ്പോൾ ഞാൻ മടി കൊണ്ടാട്ടോ വീഡിയോ ഒന്നും ചെയ്യാൻ. ഞാൻ മൂകാംബികയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇടാം. എനിക്കിപ്പോൾ അല്ലാതെ വേറെ ഒന്നുമില്ല ഇടാൻ, പ്രത്യേകിച്ച് വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റൊന്നുമില്ല. ഇടാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടികളുടെ അങ്ങനത്തെ വീഡിയോ ഉള്ളൂ ഇടാൻ. അപ്പോൾ അതൊക്കെ ഇടാൻ പറ്റുള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഒക്കെ വരുന്നു, വിഷുവിൻ്റെ ഒക്കെ വീഡിയോ ഇടാം, വിഷു കണി ഒരുക്കുന്നത്, അങ്ങനെ കുറേ വീഡിയോ ഇടാം ഞാൻ. പിന്നെ വീട് ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല, എല്ലാവരും സാധാരണ ചെയ്യുന്നതൊക്കെ തന്നെ. നല്ല കളറാണ്. ഇതിനും 2 പില്ലോ കവർ കാണിച്ചു തരാം. ഞാൻ ഈ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിലല്ല, ഭയങ്കര പൊടിയാണ്, മീഷോയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സാധനം ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നുള്ളൂ. വാങ്ങിച്ച് വെക്കും, ഇതൊക്കെ യൂസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിലും ടൈം ചെയ്തൊക്കെ മടിയാണ്ട് ഒന്നും ചെയ്യാറില്ല. രാവിലെ കഴിക്കുന്ന മെഡിസിനാണ്. ഞാൻ രാവിലെ എണീറ്റ് മെഡിസിൻ കഴിക്കാറുണ്ട്. സോ ഞാൻ 100 mg കഴിക്കുന്നത്. ഞാനിങ്ങനെ ഗുണ്ടുമണിയായിട്ട് ഇരിക്കുന്നത് എൻ്റെ ഗുണ്ടുമണിയുടെ രഹസ്യമാണ്. അല്ലാതെ ഞാൻ തിന്നിട്ടുള്ള വണ്ണമേ അല്ല ഇത്. ഇതെനിക്ക് ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടുള്ള അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഞാനിങ്ങനെ അല്ലായിരുന്നു, ഞാനിങ്ങനെ വണ്ണമുള്ള ഒരാളല്ലായിരുന്നു, വണ്ണമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ വണ്ണം വെച്ചു. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ എൻ്റെ ചുന്ദരിയെ കണ്ടോ, എൻ്റെ ചുന്ദരനെ. ആർക്കെങ്കിലും വേണോ എൻ്റെ ചുന്ദരനെ? കൂടകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്, ഭാഗങ്ങൾക്ക് പൗടയായി വരുന്നേ ഉള്ളൂ. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. നല്ല കുട്ടികളാണ്, നല്ല കുട്ടികൾ. സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. കടിക്കും, സ്നേഹിക്കും, ഉമ്മ തരും, പറഞ്ഞാൽ പാല് കുറ്റും. ചോറ് തിന്നാറായിട്ടില്ല. ഞാൻ ചോറ് തിന്നുമ്പോൾ ഞാൻ വീഡിയോ കാച്ചും. ഓക്കെ, ഞാൻ ചോറ് തിന്നുമ്പോൾ വീഡിയോ കാച്ചും. ഞാൻ ചോറ് തിന്നുമ്പോൾ വീഡിയോ കാച്ചും. പൂച്ചക്കുഞ്ഞുങ്ങളോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവികളൊക്കെയാണ് ഇവർ. ബെഡൊക്കെ രാവിലെ വിരിച്ചിട്ട് സെറ്റാക്കി. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് ഫസ്റ്റ് ടൈം അല്ല, 3rd ടൈം ഞങ്ങൾ റിലേഷൻ അയക്കുമ്പോൾ 3ാമത്തെ വർഷം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന കേട്ടോ. ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടേ എനിക്കുണ്ട്. ഇത് ആക്ച്വലി ഇതെൻ്റെ ഇത് കാണിച്ചു തരാം. ഇത് അടയ്ക്കല്ലേ. ഇതൊരു പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പറക്കി വെച്ചേക്കുന്നത്. ഇത് വേസ്റ്റ് ആക്കേണ്ട, വെറുതെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഈ മേശപ്പുറത്ത് ഇരുന്ന എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഇതിനകത്തിരുന്ന എല്ലാം ഞാനെടുത്ത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഇതിനകത്ത് എൻ്റെ വാച്ച്, പൊട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ തന്നെ ഇതിനകത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വള, അങ്ങനത്തെ എല്ലാം ഉണ്ട്. മാലയൊക്കെ എല്ലാം ഞാനകത്താണ് വെക്കുന്നത്. കമ്മലാണ് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാനെല്ലാം കൊണ്ടുവരാത്തിട്ട് ഇതിനകത്ത് എല്ലാം ചിരിക്കുമായിരിക്കും കാണുമ്പം. ഇതിനകത്തിൻ്റെ സ്ട്രെയിറ്റ്നർ, പിന്നെ മൊബൈലിൻ്റെ കേസ്, പിന്നെന്താണ് കുറച്ച് ക്ലിപ്പ്, എൻ്റെ തലയിലുള്ള നമ്മുടെ ഹെയറിൻ്റെ ആക്സസറീസാണിത്. ഇതിൻ്റെ നെയില്, പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന കുറച്ച് വേറെ പഴയ കമ്മൽ, അങ്ങനത്തെയൊക്കെ. ഇതെൻ്റെ കുറച്ച് ജുംക്കായും, കുറച്ചല്ല ജുംക്കായൊക്കെ കേട്ടോ. ഇങ്ങനത്തെ കമ്മലൊക്കെയാണ്, ഈ ടൈപ്പ് കമ്മലും ഒക്കെ കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മ കാണുമ്പോൾ പറയുന്നത് ഇതൊക്കെ തന്നെ വണ്ടിയിലിടാനാണ്. ഇതെന്താ തല ഊരി വരുമെന്നൊക്കെ അവരുടെ പറയുന്നുണ്ട്. ഇത് കണ്ടാൽ നല്ല രസമാണ് കേട്ടോ. ഞാൻ ബൈക്ക് പോയപ്പം ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച ബോംബെയിൽ നിന്ന് ട്രെയിനെ വെച്ച് വാങ്ങിച്ച കേട്ടോ. അങ്ങനെ അത് കുറച്ച് കമ്മലൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേണ്ട
നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കാനുള്ള. ഇതെൻ്റെ ഹെയർ കെട്ടുന്ന തലമുടി കെട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് അത്. ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ മൊബൈൽ കേസാണ്. മൊബൈൽ കേസുണ്ട്. പിന്നെ അതിൽ ഇടുന്ന ടൈപ്പ് കുറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇത് പിന്നെ വേറെ ഒന്നുണ്ട്. ഇതെൻ്റെ കുഞ്ഞമ്മ കേട്ടോ, അമ്മയുടെ സിസ്റ്റർ തന്നതാണ്. ഇത് കുറച്ച് കൊള്ളാം. നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല മൊബൈൽ നല്ല എന്താ പറയുക ഇതിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതെനിക്കെൻ്റെ മാരേജിന് എൻ്റെ കുഞ്ഞമ്മ തന്നതാട്ടോ. എൻ്റെ മാരേജിന് എനിക്ക് ഒരു ഇതെൻ്റെ ഫേസ് മസാജ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാറില്ല, എല്ലാം വാങ്ങിച്ച് വെച്ചേക്കുക. അതിനോട് അടിയോ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കും, യൂസ് ആക്കത്തില്ല അങ്ങനെ. ഇതെൻ്റെ മെഡിസിൻ ബോക്സാണ്, എമർജൻസി അമ്മയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന. പിന്നെ ഇതാണ് അവിടെ. അപ്പോൾ നമുക്ക് ഡോറിലേക്ക് വരാം. ഡോറിലോട്ട് വരുമ്പം നിറയെ നെയിൽ പോളിഷ്, പിന്നെ ഫുൾ നെയിൽ പോളിഷ് ആട്ടോ. പിന്നെ ഇത് ഇപ്പം സിറം, പിന്നെ റോസ് വാട്ടർ. പിന്നെ താപ്പോട്ട് വരുമ്പം കുറച്ച് ഐഷാഡോ പാലറ്റ് രണ്ടെണ്ണം ഇരിപ്പുണ്ട്. അങ്ങനെ ഈ കണ്ണാടിയൊക്കെ വെക്കാം. പിന്നെ ബോഡി ലോഷന്, പെർഫ്യൂം, അങ്ങനത്തെ കുറച്ച് സാമഗ്രികളാട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഈ അടിയിലോട്ട് വരുമ്പം സ്പോഞ്ച് മേക്കപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെൻ്റെ വാച്ചിൻ്റെ ബോക്സാണ്. ഇതിനകത്ത് പെൺഡ്രൈവ് ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ വാച്ച് ചെയ്തിരിക്കുന്നു. അത് നെയിൽ കട്ടറൊക്കെ ഇരിക്കുന്ന പൗച്ച്. അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. ഈ ഫ്രിഡ്ജ് കളയണ്ടെന്ന് ഓർത്തിട്ട് ചുമ്മാ വെച്ചേക്കോട്ടെ. അതാകുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളുമാണ്. എന്തെല്ലാം സാധനങ്ങൾ ഇതിനകത്ത് കയറിക്കോളും. നമ്മുടെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് പറയത്തില്ല. പുറത്ത് കാണിച്ചു തരാം. രാവിലെ നമ്മൾ തുണി ഉണക്കാനിട്ടേക്കും. അത് ഇന്നലെ ഉണങ്ങിയതാണ്. പിന്നെ ഇച്ചിരി മഴ കൊണ്ട് നനഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ആരുഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആരുഷ് ഞാൻ വഴക്ക് പറഞ്ഞു. ആരുഷ് എൻ്റെ ഒരു തിങ്സ് എടുക്കുന്നത്. എനിക്ക് എടുക്കുമ്പോൾ നമ്മളതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല വെയിലാണ് കണ്ടോ, നല്ല വെയിൽ. നമ്മുടെ ഓട്ടോ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ നല്ല വെയിലാണ് കണ്ടോ അവിടുത്തെ കാലാവസ്ഥ. പക്ഷേ ഇവിടെ സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സുഖമാട്ടോ ഇവിടെ ഇരിക്കാൻ. കൊച്ചുകാർക്കിൻ്റെ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ സ്ഥലമൊക്കെ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ച വേണ്ട, രാവിലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 9:30 10 മണി 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വെയിൽ കയറി ഭയങ്കര ചൂടാകും. ഇവിടെ എല്ലാം കാട് കയറി. നമ്മുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടോ, നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ചീര, അതാണ് നമ്മുടെ ഓമക്കായ ഉണ്ട്. ഓമക്കായ ആ പൊട്ടിപ്പോയടാ, കളഞ്ഞാന്നോ മാമൻ? ഈ ചെടി നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കുന്ന സംഭവമല്ലേ. ഇത് ഞാൻ നമ്മളിവിടെ നിന്ന് റാന്നി പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കിട്ടിയതാട്ടോ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് രസമുണ്ടല്ലോ കാണാൻ. ഇത് കാണുമ്പോൾ ഒരു ലുക്കാണ് കണ്ടോ, പൊളിയാ. പിന്നെ ജമന്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ എന്താ വെണ്ടക്കായൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതുണ്ട്. അതുപോലെ വേറൊന്നും ഇതെല്ലാം കിളിർത്ത് വരുന്നുണ്ട്. തുണിയല്ല ഇന്നലെ നമ്മൾ കഴുകി വിരിച്ചിട്ടേക്കും കേട്ടോ. നൈറ്റ് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വെച്ച് കഴുകിയിട്ടേക്കാം. അങ്ങനെ കഴുകിയിട്ടാൽ ഈ വിറകെല്ലാം നമുക്ക് പൊടിച്ച് പറക്കി കയറണം. കണ്ട ടിപ്പു കണ്ടോ, ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയവൻ കുഞ്ഞു വാവയായിരുന്നു, കുഞ്ഞു പീക്കിരി വാവ. അവനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വിട്ടതാണ്. ഇവനെ ഈ ഒരു ഇടയ്ക്ക് ഇവനെ ഈ ടയറിൻ്റെ അടിയിൽ ഇവൻ കിടക്കുമായിരുന്നു, കണ്ടില്ല. വണ്ടി എടുത്തപ്പം എൻ്റെ കാലിൻ്റെ ചെറിയ സൈഡ് കയറി. അങ്ങനെ ഇവനെ ഞാൻ എടുക്കാൻ പോയപ്പം എൻ്റെ കയ്യെ കടിച്ചു പറിച്ച് 2 ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടതായിരുന്നു ഇവൻ കാരണം. നമ്മളിവിടെ നിൽക്കുന്ന ഫ്ലവറൊക്കെ ഉണ്ട്, ഈ ബോൾസൊക്കെ നല്ല രസമില്ല. ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഞാനും എൻ്റെ നാത്തൂനും കൂടെ കേട്ടോ, അവളും കൂടെയാണ് എല്ലാ പരിപാടിയും കൂടി ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ, അല്ലാതെ അവളുടെ മുറ്റത്തൊക്കെ ഉണ്ട് ഒരുപാട് ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ വീട്, ഇത് എൻ്റെ വീടാട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാനിവിടെ താഴെ കൊടുക്കാം. അമ്മയുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസമായിട്ട് തുടങ്ങിയത്. അമ്മ ഇനി വീഡിയോ ഇടാനും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അമ്മയ്ക്ക്. എൻ്റെ വീടെന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അമ്മയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഇനിയിപ്പം അവൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. നാത്തൂന് അവളും തുടങ്ങുമ്പം ഓക്കെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരെയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ എല്ലാവർക്കും ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.
അതുപോലെ അപ്പുറത്ത് കണ്ടോ ഭയങ്കര വഴക്കം അവിടെ പിള്ളേരൊക്കെ ഭയങ്കര വഴക്കം. ഈ പിള്ളേർ അലകൊണ്ട് ഒന്നും ഇവിടെ നടന്നത്. അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതൊക്കെ നമ്മുടെ തിങ്സ് ആട്ടോ. ഇത് ഞാൻ എറണാകുളത്ത് നിന്നപ്പം അവിടെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്നാണ്. ഇനി കഴുകി നമുക്കെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വിഷുക്കണിയൊക്കെ ഒരുക്കണം. അതുപോലെ ഇവിടെ എല്ലാം വെള്ളം വെച്ചേക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീടൊക്കെ കാണുമ്പോൾ ഓർക്കും എന്താ വീട് ഇങ്ങനെയാണ്. പക്ഷേ ഇത് പൊളിക്കണം ഫുള്ള്. അമ്മയുടെ അനിയത്തിയുടെ കുടുംബ വീടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊളിച്ച് പണിയാനുള്ളതാണ്. അതുകൊണ്ട് പണിതൊക്കെ കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ. ആ വീടും അമ്മയുടെ ചേട്ടത്തിയുടെ വീടാണ് കേട്ടോ. അത് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഓരോ വീടും കാര്യങ്ങളൊക്കെ. അതും പൊളിച്ച് പണിയാനാട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ കോഴിക്കുട്ടന്മാർ. ഞാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫുള്ളും കോവലൊക്കെ കേട്ടോ. കോവലൊക്കെ ഇഷ്ടം പോണൊക്കെ നമ്മളെല്ലാവർക്കും പറിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് പോയായിരുന്നു ആരാമൻ കൺവെൻഷന്. അതിന് പോയപ്പം നമ്മൾ വാങ്ങിച്ചാട്ടോ ഈ പയർ കിളിർത്തോടെ പയർ കണ്ടോ ഇത് ഞാൻ നട്ടതാണ്. അപ്പോൾ നമ്മളിത് പടർത്താൻ വേണ്ടി നമുക്ക് കണ്ടോ ഇവിടെ ഫുള്ള് വള്ളിയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കോ. വള്ളി ഇത് ഫുള്ള് പടർത്തി നമ്മൾക്കൊരു വലിയ പന്തൽ പോലെ പണിയും. കണ്ടോ ഇതിൻ്റെ പടം കണ്ടോ. അപ്പം ബ്രൂണോ ഇതാണ് എൻ്റെ ഷാഡോയെ കാണിക്കാൻ ഷാഡോ പറഞ്ഞു അല്ലേ ഷാഡോ? കണ്ടോ കൊണ്ടോ അല്ലേ കൊണ്ടുപോവാ. എന്ത് ആ പെണ്ണാടെ വരാൻ Hello guys. Apa canda? Hihihi. പട്ടിക്കുഞ്ഞുങ്ങളെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇവിടെ ബാറ്റും വയ്ക്കണം. ആണ് കട്ടില് കഴിച്ചിട്ട് എന്താ എല്ലാവരും വന്ന് നമ്മുടെ ഈ പുളിയുടെ അവിടെ വന്ന് പായൊക്കെ വിരിച്ച് ഇവിടെ ഇരിക്കും. ആണോ ചേട്ടോ ഇവിടെ തണ്ട് ഈ ഒരു കൊച്ചിറക്കൻ്റെ തലയൊക്കെ മുറിഞ്ഞ് താഴെ വീണ് മുറിഞ്ഞിരിക്കുക. മരുന്നൊക്കെ ഇട്ടിട്ടിരിക്കുക, പൊടി ഒക്കെ ഇട്ടിരിക്കുക. ഇനി അമ്മിണിയേ അതാണ് അമ്മിണിയല്ലേ പെണ്ണല്ല കേട്ടോ, ആൺകുട്ടി ഇത്. ഇവനാണ് ആൺകുട്ടി. അമ്മ കണ്ട് കോവയ്ക്കൊക്കെ ഒരുപാട് പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കോവലുണ്ടല്ലോ ഇഷ്ടത്തിന്. അത് കോവലൊക്കെ കോവയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം വന്നിട്ടുണ്ട് പൈപ്പിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ചേക്കാം നേരത്തെ. വെറുതെ വെള്ളം എടുത്ത് വേസ്റ്റ് ആക്കുന്നത്, പൈപ്പിലെ വെള്ളം വേസ്റ്റ് ആക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. എല്ലാവരും സുപരിചിതമായിരിക്കും. അമ്മയുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഒക്കെ ഇട്ടോളും കേട്ടോ. പതുക്കെ എൻ്റെ വീടെന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അമ്മ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തത്, പിന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും അമ്മയെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചായയും മുട്ട ബജ്ജിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുക. രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അമ്മ ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടിൽ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. കുറേ ഉച്ചയ്ക്ക് വരും. ഇനി ചക്കയപ്പം ഉണ്ടാക്കണം. അതെ അമ്മയാ നാളെ പെസഹ വ്യാഴമായതുകൊണ്ട് അമ്മ പെസഹാപ്പം ഒക്കെ ഉണ്ടാക്കും. അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. അമ്മ ഉണ്ടാക്കുന്നത് അത് അമ്മയുടെ ചാനലിലും വരുന്നതായിരിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറേ നേരമൊക്കെ ഉപ്പാപ്പൻ ഞങ്ങളെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറേ നേരം അമ്മയുടെ ഫോൺ ശരിയായിക്കൊണ്ട് വന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ സീരിയലൊക്കെ വെച്ചു, സമയം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.